പേരിനെന്തോ കഴിച്ചെന്ന് വരുത്തിയിട്ട് ഇങ്ങി പോന്നതെന്താ? ഓ, ഇന്നലത്തെ സംഭവത്തിന്റെ വല്ല തുടർച്ചയുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാ. ചർച്ചയായാലും സമ്മേളനം ആയാലും എനിക്ക് നല്ലപോലെ നൊന്തു കേട്ടോ. ഒരു പല്ലിളകിട്ടുണ്ടെന്നാ തോന്നുന്നേ. അത്രയാ അഞ്ഞടിക്കണമെന്ന് ഞാനും വിചാരിച്ചതല്ല കാർത്തികേ. കൈ വീശിട്ട് ചെറുതായിട്ടൊന്ന് തട്ടണമെന്നേ വിചാരിച്ചോളൂ. പക്ഷെ ഓങ്ങിക്കഴിഞ്ഞപ്പോ അടിശകലം സ്ട്രോങ് ആയി പോയി. പോട്ടെ, നീ ക്ഷമിച്ചോളാം. മേലെന്നെന്തായാലും അങ്ങനെ ക്ഷമിക്കുന്നവളല്ല ഞാൻ. ഇത് പക്ഷേ ചില പ്രയോജനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കം ആയതുകൊണ്ടാ വേദനിച്ചാൽ സഹിക്കുന്നത്. പിന്നെ നന്ദനടുത്ത് ഇന്ന് വെച്ച മയക്കുവെടി ഏറ്റെന്നാ തോന്നുന്നത്. നന്ദന എന്തു പറഞ്ഞു? ഉദയേട്ടൻ അങ്ങനെ വല്ല ബന്ധമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ലെന്ന മട്ടിലാ നിന്നത്. പക്ഷെ പെണ്ണല്ലേ, ഉള്ളുലഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മാറി നിന്ന് ശ്രദ്ധിച്ചപ്പോ ആകെ ഒരു ടെൻഷനില്ല പാർട്ടി. ഇന്ന് പറത്തിവിട്ട തീപ്പൊരി നീ മെല്ലെ മെല്ലെ ഊതി പെരിപ്പിച്ചുകൊണ്ടിരിക്കണം. സംശയവും ടെൻഷനും കോംപ്ലക്സും എല്ലാം ചേർന്നുള്ളൊരു ഭയങ്കര തീയായി നന്ദനെ വിഴുങ്ങണം. അങ്ങനെ സംഭവിച്ചാൽ ഇളക്കമുള്ള നിന്റെ പല്ലിന് പകരം ഒരു സ്വർണ്ണ പല്ല് ഞാൻ വെച്ചുതരും. അങ്ങനെ സ്വർണം പൂശിയൊരു പല്ലിലൊന്നും കാർത്തിക ഒതുക്കാന്ന് വിചാരിക്കണ്ട. ഒരു പാക്കേജ് ഞാനങ്ങോട്ട് പറയും, അത് ഓക്കെ ആക്കി തന്നിരിക്കണം. എനിക്കുള്ളതെല്ലാം നിന്റെ സ്വന്തം അല്ലേ മോളെ? എങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിനക്കും അവകാശപ്പെട്ടതല്ലേന്ന്. എന്തോറ്റി? ആ പറച്ചില് ഒരു കാമുകന്റെ ലൈനുണ്ട്. ഭാര്യയോട് പറയുന്നൊരു ടോണല്ല. ഇങ്ങനൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന പതിവുണ്ടോ നിങ്ങൾക്ക്? ദൈവദോഷം പറയല്ലേ? ശരി ശരി, അങ്ങനെ വല്ലതും എന്റെ ചെവിയിലെത്തിയ വായിലെ മുഴുവൻ പല്ല് മാറ്റിവെക്കേണ്ടി വരുന്നത് ആർക്കാണെന്ന് ഞാൻ പറയണ്ടല്ലോ. നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നേ. നമ്മൾ അറിഞ്ഞിടത്തോളം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ രുചി മനസ്സിലാക്കിയവളാ നന്ദന. ഒരാണിന്റെ മനസ്സിൽ ഒരു പെണ്ണ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതവനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് അവക്ക് നല്ലപോലെ മനസ്സിലാവും. അതുകൊണ്ട് ഉദയേട്ടൻ്റെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും അറിയുമ്പോൾ ചിലപ്പോ നമ്മുടെ മുമ്പിൽ കൂളായി നിന്നേക്കാം. അവള് പെണ്ണാണെങ്കിൽ മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്നെ കൊണ്ട് നന്ദനയോട് വെറുതെ ഒരു ഗോസിപ്പ് പറയിപ്പിച്ചാൽ മാത്രം പോരാ, അതിന് തുടർച്ചയായുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. അല്ലെങ്കിൽ ചീറ്റിപ്പോവും. നന്ദന വെല്ലുവിളിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ത്രീ വേണം. അതൊക്കെയുണ്ട്. ആര്? പ്രതാപേട്ടൻ അതിനുള്ള പാർട്ടിയെ കണ്ടെത്തി കഴിഞ്ഞു. അഡ്വാൻസും കൊടുത്തു. നാടകക്കാരിയാ, ഒരു കൊച്ചുണ്ട്. നന്നായി ആക്ട് ചെയ്യുമെന്നാ പ്രതാപേട്ടൻ പറഞ്ഞത്. എന്നാ സംശയമില്ല. നന്ദനയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ വരാൻ പോവുക. പകൽ അവൾ ഓഫീസിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. അതോടെ നമുക്കും പണി ആരംഭിക്കാം. തുണി വിരിക്കുന്നതൊക്കെ കൊള്ളാം, നോക്കിക്കോണം. എപ്പോഴാ മഴ പെയ്യാന്നറിയില്ല. കുറച്ച് കഴിയുമ്പോ എടുത്ത് അകത്തിടാനാ. വെയിലില്ലെങ്കിലും പുറത്തെ കാറ്റും വെളിച്ചവും കുറച്ച് കൊണ്ടില്ലെങ്കിൽ തുണികൾക്ക് വല്ലാത്തൊരു മണം വരും. അത് ശരിയാ. നന്ദനെ, ഇപ്പഴെങ്ങനെ ശ്രദ്ധിച്ചത്? മുഖത്തെന്താ ഒരു ക്ഷീണം? ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. എങ്ങനെ ഉറങ്ങുമല്ലേ? ഞാനായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രഭാതം കാണാൻ ജീവനോട് ബാക്കി ഉണ്ടാവില്ലായിരുന്നു. അല്ല, ഇന്നത്തെ അല്ല, നാളത്തെ പ്രഭാതം കാണാൻ. അതെന്താ നാളത്തെ പ്രഭാതം എന്ന് പറഞ്ഞത്? ഇന്ന് പോയി ഭർത്താവിന്റെ രഹസ്യക്കാരിയെ കൊല്ലണ്ടേ? എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യൂ. അതോ നന്ദന ഉദയേട്ടനോട് ആ ബന്ധത്തിന്റെ കാര്യം ചോദിച്ചില്ലേ? ചോദിച്ചു കാണില്ല. എന്നിട്ട് ആ വിഷയം മനസ്സിലിട്ട് ഉരുട്ടിക്കൊണ്ട് ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത്തരം കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല നന്ദനെ. കയ്യോട് പിടിച്ചു നിർത്തി ചോദിക്കണം. ചോദിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞു. ചോദ്യം ഉത്തരവും എല്ലാം കാർത്തികേച്ചി ഒറ്റയ്ക്ക് പറയാ. അപ്പൊ ചോദിച്ച ഉദയേട്ടനോട്? എന്നിട്ട്
എന്നിട്ട് എന്താവാനാ? അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് ആണയിട്ട് കാണും. ബന്ധം പോയിട്ട് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പെണ്ണിനെ പോലും അറിയില്ലെന്ന് പറഞ്ഞു കാണും. ഇക്കാര്യത്തിൽ എല്ലാ ആണുങ്ങളും ഒരേ സ്വഭാവക്കാരാ. എല്ലാ ആണുങ്ങളുടെയും പോലെയാണ് എന്റെ ഭർത്താവെന്ന് കാർത്തികേച്ച കരുതുന്നുണ്ടോ? എന്നുവെച്ചാ ഞാൻ ചോദിച്ചപ്പോ തന്നെ പുള്ളിക്കാരൻ സമ്മതിച്ചു. അങ്ങനെ ഒരു അടുപ്പമുണ്ട്, ഒരു മകളും ഉണ്ടത്ര. സത്യമായിട്ടും? അപ്പൊ സത്യമല്ലേ? അതല്ല, എന്നിട്ട് നന്ദന എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ? സമ്മതിച്ചു തരാതെ ഒഴിഞ്ഞു മാറിയാ നമുക്ക് തുടർന്ന് എന്തെങ്കിലും ചോദിക്കാന്ന് വെക്കാം. ഇതങ്ങനെയല്ലല്ലോ. എന്നിട്ടാണോ രാവിലെ നന്ദനയെ തുണിയൊക്കെ അലക്കിയിട്ടത്? അതും ഇതുമായിട്ട് എന്ത് ബന്ധം? ഇങ്ങനല്ല ചെയ്യേണ്ടത്. ഇന്ന് കിടക്ക വിട്ട് എഴുന്നേക്കാൻ പാടില്ലായിരുന്നു. രഹസ്യ ഭാര്യയുടെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ജലപാനമില്ലെന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. എങ്കിൽ വെള്ളം കുടിക്കാതെ എന്റെ ജീവൻ പോവും, അല്ലാതെ എന്ത് സംഭവിക്കാൻ? ഉദയേട്ടൻ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നന്ദന വിശ്വസിക്കുന്നില്ല, അതാ കാര്യം. ഞാൻ പറഞ്ഞു ശരിയല്ലേ? നന്ദന ഇത് വിശ്വസിച്ചിട്ടില്ല. എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. ഇനി നന്ദന എന്ത് ചെയ്യാനാ പ്ലാൻ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അത് പോരാ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. ഭാര്യമാരുടെ വില എന്താണെന്ന് ഭർത്താക്കന്മാർ അറിയണം. കഴുത്തിലൊരു മിന്നു കെട്ടി തൂക്കിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് വീടിന്റെ മൂലയിൽ തള്ളുക, എന്നിട്ട് കണ്ടവളുമാരെ മക്കളെ സംരക്ഷിക്കുക. ഇത് എവിടുത്തെ മര്യാദയാ? ദേ, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, ഇന്നേ വരെ ഉദയേട്ടൻ നന്ദനെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? പോട്ടെ, നാടകത്തിന്റെ ആചാര്യനല്ലേ, ഒരു നാടകം കാണിക്കാനെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ കൊണ്ടുപോകും? മറ്റവരവിടെ കാണുമല്ലോ, മാനസപത്നിയും അതിലുള്ള പുത്രിയും. ദേ നന്ദനെ, ഞാൻ പിന്നെയും പറയാ, വിട്ടു കൊടുക്കരുത്. അങ്ങനെ ആരും അധികം അങ്ങനെ മിടുക്കനാവണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ. അതുവരെ സ്വസ്ഥത കൊടുക്കരുത് ഉദയേട്ടനും. അപ്പോ അതാണോ കാർത്തികേച്ചിയുടെ ആവശ്യം? ഷേ, ഞാൻ നന്ദനയ്ക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് അത്രയും. ദേ, പെണ്ണിന്റെ വില ആണ് തിരിച്ചറിയണം. ദേ, ഞാനൊരു എളുപ്പവഴി പറയാം. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്നല്ലേ ചൊല്ല്. നമ്മുടെ സാന്നിധ്യം ഇല്ലെങ്കിലേ നമ്മുടെ വില പലരും അറിയും. ഞാനില്ലാതാവണമെന്നാണോ കാർത്തികേച്ചി പറയുന്നത്? ജീവൻ കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. അയ്യോ, അതല്ല, നന്ദനെ ഒന്ന് അകന്ന് നിൽക്കണം ഇവിടുന്ന്. കുറച്ചു ദിവസത്തേക്ക് മതി. വിദ്യേച്ചിയുടെ അടുത്തോ അതല്ല ഉദയന്നൂരോ പോയി 10 ദിവസം തങ്ങാലോ. അങ്ങനെ ചെയ്ത മാറ്റം ഉണ്ടാവും. ഉദയേട്ടൻ തേടി വരും നന്ദനെ. അഥവാ വന്നില്ലെങ്കിലോ? ഞാൻ ഒഴിഞ്ഞു പോന്നെങ്കിൽ പോയിക്കോട്ടെ. നിലവിൽ കുട്ടിയോട് കൂടിയൊരു റിലേഷൻ ഉണ്ടല്ലോ, അത് തുടരാന്ന് വിചാരിച്ചൂടെ? അങ്ങനെ വിചാരിക്കില്ല. വിചാരിക്കാതിരിക്കാനുള്ള മാജിക്ക് കാണിച്ചിട്ടായിരിക്കണം നന്ദന പോവേണ്ടത്. എന്താ? ആലോചിക്കാം. ഞാൻ ആദ്യം പോയി എന്തെങ്കിലും കഴിക്കട്ടെ, വിശക്കുന്നു. ഈ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും നീ പറഞ്ഞപ്പോ എന്തായിരുന്നു നന്ദനയുടെ പ്രതികരണം? സീരിയസ് ആയി ആലോചിക്കുന്ന ഭാവത്തിൽ അങ്ങനെ നിന്നു. അവള് പോവില്ല. അവൾക്കറിയാം പോയാലുള്ള ഭവിഷ്യത്ത്. ഒരു 2 ദിവസം കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നന്ദന ഈ ഗേറ്റിനിപ്പുറം കടക്കാതിരിക്കാനുള്ള പണി നമുക്ക് ഒപ്പിക്കായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. അതെ, നന്ദന എന്നുള്ള ബാധ ഒഴിപ്പിക്കാനായിട്ടാ ഒരു നാടക നടിയെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഇതിപ്പോ ആ സാധനം അതിലും വലിയ ബാധയായി മാറുന്ന ലക്ഷണമാ കാണുന്നത്. അവളുമായി ബന്ധമുണ്ടെന്ന് ഉദയേട്ടൻ ഏറ്റു പറഞ്ഞിരിക്കുക. അങ്ങനെ വരാൻ വഴിയില്ല കാർത്തികേ. അവളെ കണ്ടുപിടിച്ചതും പൈസ കൊടുത്ത് ദൗത്യം ഏൽപ്പിച്ചതും നമ്മുടെ പ്രതാപേട്ടനല്ലേ? എങ്കിൽ പിന്നെന്തിന് ഉദയേട്ടൻ സമ്മതിച്ചു? സ്ത്രീ വിഷയാണെന്ന് ഓർക്കണം. അങ്ങനെ ചാടി വീണ് ഏൽക്കുന്ന ആളല്ല നിങ്ങളുടെ ഏട്ടൻ. ഇനി ഇതുവരെ പുറത്താരും അറിയാത്തൊരു ബന്ധം അവര് തമ്മിലുണ്ടെങ്കിലോ? ആര്? പ്രതാപേട്ടനും ആ നാടകക്കാരും തമ്മിലോ? ഓ, ഉദയേട്ടനുമായിട്ട്. പക്ഷേ അവളെ കണ്ടിട്ട് ഉദയേട്ടനുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരാളുമായിട്ട് ഉദയേട്ടൻ ബന്ധം വെക്കോ? എങ്കിൽ സൂക്ഷിക്കേണ്ടത് അവളെയാ, ആ നടിയെ. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ പോലെ ആയോ എഴുതിയിട്ട കാര്യങ്ങൾ.
ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പ്രതാപേട്ട, പ്രസവ കേസ് അറ്റൻഡ് ചെയ്യാൻ വന്ന ആരോ എന്തോ പണി പറ്റിച്ചു. പ്രസവം എടുക്കാൻ വന്ന മിഡ്വൈഫ് ഇരട്ട പറ്റൂ, അതാ പഴഞ്ചൊല്ലി. നീയേ മാറ്റർ പറ. അതാണോ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു ടെൻഷൻ. കാർത്തികയുടെയും സംശയമോ? പ്രതാപേട്ടൻ വാടകയ്ക്ക് കണ്ടെത്തിയ നടിയുമായി ഉദയേട്ടന് ശരിക്കും ബന്ധമുണ്ടോ? അവരിലൊരു മകളും ഉണ്ടോ? ഇല്ല, ആ സ്ഥാനത്താ നിന്റെ ഈ സംശയം. വെറുതെ സംശയിക്കുന്നതല്ല, കാർത്തിക നന്ദന വഴി അറിഞ്ഞ കാര്യമാണ്. എന്തറിഞ്ഞു എന്നാ നീ പറയണത്? ഉദയേട്ടൻ നന്ദനയോട് എല്ലാം സമ്മതിച്ചു. എന്ത്? ആലപ്പുഴക്കാരിനെ അറിയാമെന്നും അവളുടെ കുട്ടി അവന്റെ കുട്ടിയാണെന്ന് അവൻ സമ്മതിച്ചു എന്നോ? അതെ. അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ഉദയേട്ടൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഉദയനുമായിട്ട് നാളിതുവരെ കണ്ടിട്ടില്ലാന്ന് അവള് എന്നോട് വാക്ക് പറഞ്ഞല്ലേ? പണം കിട്ടുന്ന ഒരു കോൾ വന്നപ്പോഴേ അവര് കള്ളം പറഞ്ഞതായിരിക്കും. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എന്നെ പറ്റിക്കാനോ? എന്നാൽ ആ ശൃംഗാരിയുടെ അന്ത്യമായിരിക്കും അന്ത്യം. ഇതിപ്പോ ആരെ വിശ്വസിക്കണമെന്ന് കൺഫ്യൂഷൻ ആയല്ലോ. എന്നെ വിശ്വസിക്കണം. യതീന്ദ്ര, നീയേ ഇങ്ങോട്ട് നോക്കിയേ. ഇത് ഉദയൻ നന്ദനയെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ നമ്പറാ, അല്ലെങ്കിൽ നന്ദന നമ്മളെ പറ്റിക്കാൻ ഒപ്പിച്ച പണി. അതുമല്ലെങ്കിൽ ഉദയനും നന്ദനയും ചേർന്നുള്ളൊരു നാടകം. അതായത് ഡ്രാമയ്ക്കുള്ളിൽ മറ്റൊരു ചിന്ന ഡ്രാമ. വൈകാതെ അതിന്റെ സസ്പെൻസ് നമുക്ക് പൊളിക്കാം. ഒരു തീരുമാനം അറിയിച്ച നന്നായിരുന്നു. ഞാൻ എന്ത് വേണം? എന്റെ അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് നന്ദന മനസ്സുകൊണ്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ഉദയന്നൂർ പോണോ അതോ വിദ്യാച്ചെടുത്ത് നിൽക്കണോ എന്നേ സംശയം കാണും. പോകാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അരുതെന്ന് പറഞ്ഞാൽ താൻ അനുസരിക്കുമോ? തീർച്ചയായും അനുസരിക്കും. ഇനി അതല്ല ഒഴിഞ്ഞു തരണമെന്നാണെങ്കിൽ അതിനും റെഡിയാ. ഏതായിരിക്കും കൂടുതൽ സന്തോഷം? എന്റെ സന്തോഷത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലില്ലെങ്കിലും വാക്കിലെങ്കിലും വന്നതിൽ സന്തോഷമുണ്ട്. സന്തോഷത്തിലും സങ്കടത്തിലും പ്രസക്തിയില്ല. ചില വീർപ്പുമുട്ടലുകൾ തുടർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ. അധികം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിയുന്നതും നേരത്തെ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നതാ നല്ലത്. ഓക്കെ, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. കുറെ ദിവസങ്ങളായി ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ചില ശുദ്ധികലശങ്ങളും അഴിച്ചുപണികളും നടക്കുന്നുണ്ട്. ഒരു മേൽനോട്ടമാണ് അമ്മ നന്ദനോട് ആവശ്യപ്പെട്ടത്. താൻ പക്ഷെ കയറി അങ്ങ് മേഞ്ഞു. ദേവസ്വമക മുതലിനോർത്ത് മൂർത്തിക്കില്ലാത്ത ഉത്കണ്ഠ ശാന്തിക്കുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. തുടങ്ങി വച്ച ഭരണപരിഷ്കാരങ്ങളുടെ ഭാവി എന്താ? ഒക്കെ ചുവപ്പ് താടയിൽ കുരുങ്ങോ? ഇത്രയേ ഉണ്ടായിരുന്നുള്ളോ തന്റെ ആത്മാർത്ഥത? അമ്മയോട് താൻ എന്ത് പറയും? അതോർത്ത് വിഷമിക്കേണ്ട. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കാരണമായ സംഗതി എന്താണോ അത് അമ്മയോട് ഞാൻ തുറന്നു പറഞ്ഞോളാം. എന്ത് സംഗതി? വീണ്ടും എന്റെ നാവിന്ന് അത് കേൾക്കണം. മറ്റേ ഭാര്യയുടെയും കുട്ടിയുടെയും കാര്യം തന്നെ. ഞാൻ എന്തിനു അമ്മയോട് പറയാൻ മടിക്കണം? മറ്റാരുടെയും മുഖം രക്ഷിക്കേണ്ട കാര്യം എനിക്കില്ല. നോ, അത് പറ്റില്ല. അതെന്താ? നമ്മൾ തമ്മിൽ വാക്കാലൊരു കരാറുണ്ട്. നമുക്കിടയിലുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത റിലേഷൻ എന്താണെന്ന്, അതിന്റെ സ്വഭാവം എന്താണെന്ന് മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ഈ മുറിയിൽ താൻ കാലെടുത്ത് വെച്ച ആദ്യത്തെ സന്ദർഭത്തിൽ അത് വ്യക്തമാക്കിയതാണ്. അംഗീകരിച്ചതോണം. എന്നിട്ട് ഇപ്പൊ താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ നോക്കുന്നത്? എങ്കിൽ ഞാനൊരു സംശയം ചോദിക്കാം. അങ്ങനെ ഒരു ഉടമ്പടി അന്നുണ്ടാക്കിയത് ബോധപൂർവമായിരുന്നോ? ഇപ്പൊ മറന്നേക്ക് പുറത്തു വന്ന ബന്ധത്തിന്റെ കാര്യം രഹസ്യമായിരിക്കാനുള്ളൊരു മുൻകരുതൽ. ഛേ,
താൻ എന്നെ വല്ലാതെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത്രയും താഴാൻ പാടില്ല നന്ദന. ശരി, ഞാൻ കരാർ ലംഘിക്കുന്നില്ല, അമ്മയോടൊന്നും പറയുന്നുമില്ല. പക്ഷെ മറ്റൊരു ഡിമാൻഡുണ്ട്. എനിക്ക് അവരെ ഒന്ന് കാണണം. ആ കുട്ടിയെയും അതിന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെയും. ഡിമാൻഡോ അതോ പുതിയ സമരമുറയോ? അവകാശമൊന്നും പറയാം. കാണാതെ പറ്റില്ല? ഇല്ല. ഓക്കെ, അതിന് ഏറ്റവും ഈസിയായ ഒരു മാർഗം പറയാം. ദീർഘനാളത്തെ രഹസ്യ നിരീക്ഷണം നടത്തി എനിക്ക് രഹസ്യ ഭാര്യയും കുട്ടിയുണ്ടെന്ന് കണ്ടുപിടിച്ച് തനിക്ക് ഇൻഫർമേഷൻ എത്തിച്ചു തന്നില്ലേ? അവരോട് പറ കാണിച്ചു തരാൻ. അതല്ലേ ന്യായം? പക്ഷേ അതെ, അതാണ് ന്യായം, അതാണ് ശരി. ഏതോ ഒരു സ്ത്രീ, ആരും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? കുറെ പടികൾ താഴെ ചെന്നാ തന്നരപ്പ് നിൽക്കുന്നത്. അതൊന്ന് തിരിച്ചറിഞ്ഞ് മുകളിലേക്ക് കയറി വരാൻ നോക്ക്. ഞാൻ ചീപ്പായിട്ട് ചിന്തിക്കുന്നു എന്നാണ് സൂചന എന്ന് മനസ്സിലായി. ഞാനൊരു ചെറിയ സംഭവം ഓർമ്മിപ്പിക്കാം. കല്യാണം കഴിഞ്ഞ് ആദ്യമായി നമ്മൾ ഒരുമിച്ച് ഉദയന്നൂർ പോയ ദിവസം, അന്ന് അവിടെ തങ്ങേണ്ടി വന്നു. സന്ധ്യയ്ക്ക് രഘുവമ്മാവന്റെ വക സൽക്കാരം ഉണ്ടായിരുന്നു. അമ്മാവൻ ഗ്ലാസിൽ മദ്യം നിറച്ച സമയത്ത് അമ്മായി 2 ചെവിയിലേക്കും ചില കഥകൾ നിറച്ചു തന്നു. മറ്റൊന്നുമല്ല, എന്റെ ലവ് അഫെയറിനെ പറ്റിയുള്ള തൊങ്ങലും തോരണവും ചാർത്തിയ കഥകൾ. എല്ലാം കേട്ടിട്ടും ശാന്തമായി വന്ന് കിടന്നുറങ്ങി. പക്ഷെ പിറ്റേന്ന് രാവിലെ ഉദയന്നൂരെ പൂമുഖത്ത് ഒരു ചായക്കപ്പ് താഴെ വീണ് പൊട്ടിച്ചെതറി. അന്ന് എന്റെ കയ്യിൽ നിന്ന് വഴുതി വീണല്ല കപ്പ് പൊട്ടിയത്. ഫ്ലാഷ് ബാക്ക് വിവരണം നിർത്താം. അന്ന് ഞാൻ ചായക്കപ്പ് തട്ടി എറിഞ്ഞത് നന്ദനയുടെ പഴയ പ്രണയവൃത്താന്തം കേട്ട് മനസ്സിളകി പോയതുകൊണ്ടല്ല, മറിച്ച് തന്റെ കൂസലില്ലായ്മയാണ് എന്നെ പ്രവോക്ക് ചെയ്തത്. അതിനപ്പുറം ആ സംഭവത്തെ ചൊല്ലി ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇപ്പൊ വിഷയം എന്റെ 2ാം ബന്ധമാണല്ലോ. തനിക്ക് അവരെ കാണണം. ഞാൻ തടസ്സം നിൽക്കുന്നില്ല. ആരോപണം നടത്തിയവരുടെ ഹെൽപ്പോടെ പോയി കണ്ടോളൂ. വന്നിട്ട് അതിന്റെ റിസൾട്ട് എന്നെ ഒന്ന് അറിയിക്കണം. എന്താ? മോളെ, ഇരിക്കേ. ഇതെന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഒന്നുമില്ലമ്മേ. അല്ല, ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ? എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എന്തു പറ്റി നോക്കട്ടെ. പനിക്കുന്നൊന്നും ഇല്ലല്ലോ മോളെ. വേറെന്താ അസുഖം? ആശുപത്രി പോവാൻ നമുക്ക്. ഞാനും വരാം കൂടെ. അതൊന്നും വേണ്ടമ്മേ. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ശരീരത്തിന് സുഖമില്ലാതെ വന്നാ പോയി ഡോക്ടറെ കാണണം. എണീക്ക് വാ. സുഖമില്ലാത്ത ശരീരത്തിനല്ല, മനസ്സിന്. അതിനിപ്പോ വിശേഷിച്ച് ഒരു ഡോക്ടറെയും കണ്ടിട്ട് കാര്യമില്ല. എന്താ പറ്റിയ മോളെ? നീ എന്താ കുട്ടി ഇങ്ങനെ? മടുത്തമ്മേ, സത്യമായിട്ട് ഞാൻ പറയാ, മതിയായി. ഇങ്ങനെ നിരാശപ്പെടാൻ മാത്രം എന്താ ഉണ്ടായിന്ന് പറ.
യതീന്ദ്രന്റെയോ കാർത്തികയുടെയോ ഭാഗത്ത് നിന്ന് അധിക്ഷേപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ ഉണ്ടായോ? അതോ ഉദയനാണോ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറയാമല്ലോ മോക്ക്. ഞാനാ നിനക്ക് വേണ്ടുന്ന ഒത്താശയൊക്കെ ചെയ്യുന്നതെന്ന് അല്ലെങ്കിലും പരാതിയുണ്ട്. അതിനപ്പുറം ആരെന്തു പറയാനാ? എന്താ മോളുടെ പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നം എന്ന് ചോദിക്കാൻ അമ്മയെങ്കിലും ഉണ്ടല്ലോ. അതാ എന്റെ ഒരേ ഒരു ആശ്വാസം. 2-3 പേരോ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളോ അല്ല എന്നെ അലട്ടുന്നത്. മറിച്ച് ചുറ്റും കാണുന്ന നിഴലുകളെ പോലും സംശയത്തോടെ കാണണമെന്നാ തോന്നുന്നത്. Yeah.